പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ജോൺ വർഗീസ് ഓടിക്കൽ. അടൂർ പെരുമയുടെ നാളുവഴികളിലൂടെ എന്ന എൻ്റെ പങ്ക്തിയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അടൂരിന് ഒരിക്കലും അവഗണിക്കാനാവാത്ത ഒരു ചരിത്ര സ്തംഭമായി നിലകൊള്ളുന്ന കടമ്പനാട്ടുള്ള സെൻറ്റ് തോമസ് ദേവാലയമാണ് എൻ്റെ അടുത്ത് കാണുന്നത്. ഇത് സ്ഥാപിതമായിട്ട് 1700 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ സഭകൾ വായിക്കുന്ന തുബ്ദോനിലെ നിക്കായ് സുന്നഹദോസ് നടന്ന അതേ വർഷം തന്നെ സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. അതിന് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അനേകം പുരോഹിതർ ഇവിടെ ആരാധിച്ചു, അവർ ശുശ്രൂഷിച്ചു. അനേകം 1500ഓളം വീട്ടുകാരുള്ള ഒരു ദേവാലയമാണിത്. ഈ ദേവാലയത്തെ പറ്റി പറയുമ്പോൾ ഇത് മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച നിലയ്ക്കൽ പള്ളിയിൽ അവിടെ ഉണ്ടായ ചില ബുദ്ധിമുട്ട് കാരണം, താമസിക്കാൻ കഴിയാത്തുള്ള ബുദ്ധിമുട്ട് കാരണം അവിടെ ജനങ്ങൾ ഈ കടമ്പ കടന്നവരാണ് കടമ്പനാടെന്നാണ് ഐതിഹ്യം. അങ്ങനെ കടമ്പ കടന്ന ഇവിടെ താമസിച്ച്, ഇത് കടമ്പനാടെന്ന് പറയുന്നത് ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാ പള്ളികളുടെ തലപ്പള്ളിയാണ്. ഇവിടുന്ന് ദൂരമാണ് കായംകുളം പള്ളി ഇവിടെ തലപ്പള്ളിയാണിത്. കുംഭകോണം, അടൂര്, ഈ പറയുന്ന ഈ ഇവിടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന അനേകം ദേവാലയങ്ങളുടെ തലപ്പള്ളിയാണ് ഈ പള്ളി. ഇവിടെ പലതരത്തിൽ ഇവിടെ 3-ാം മാർത്തോമ ഇവിടെ കാലം ചെയ്തിരുന്നു. അതുപോലെ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 3-ാം മാർത്തോമ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഈ കടമ്പനാട് പള്ളിയിൽ നിന്നാണ് മലങ്കര സഭയെ മേയിച്ച് ഭരിച്ചതെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കടമ്പനാട് സെൻറ്റ് തോമസ് പള്ളി. ഇതിൻ്റെ ചിത്രങ്ങളുമൊക്കെ ഈ കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പള്ളിയാണ്. ഇവിടെ വട്ടെഴുത്ത് പോലുള്ള പുരാതനമായ ചില രേഖകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.